സാധാരണ പറഞ്ഞ ഫോഗ് ലൈറ്റിലൊക്കെ 4 സ്ക്രൂസ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോർഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വിസിബിലിറ്റി കിട്ടും. ഇവിടെ ഒരു സ്ലോപ്പാണ് വരുന്നത്, ഈ ചരിവ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആംഗിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ ഉള്ളതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഷറും ഒരു അലൻ കീ ബോൾട്ടുമാണ്. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോഗ് ലൈറ്റ് വയ്ക്കാൻ പോവുകയാണ്. അതായത് മിനി ഫോഗ് ഡ്രൈവാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് ആവശ്യമായിട്ടുള്ളത് ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ചിൽ തന്നെ 2 മോഡാണ് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പം ഓണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെൻറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഓൺ ഉണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആവും. ഇത് ഇപ്പോൾ സെൻറ്ററിലാണ് നിൽക്കുന്നത്, അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഓൺ ആവും. അപ്പോൾ ഇതൊരു ലൈറ്റിനും ഇതൊരു ലൈറ്റിനും കൊടുക്കാം. വൈറ്റും യെല്ലോ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഓഫ്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ NS-ലെല്ലാം വച്ച് കണ്ടിട്ടുണ്ടാവും ഫോഗൊക്കെ വെച്ചിട്ട്. ഫോഗ് ചിലവർ ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നവരുണ്ട്, സൈഡിൽ വയ്ക്കുന്നവരുണ്ട്, ഇതിൽ സ്റ്റേ ചെയ്ത് വയ്ക്കുന്നവരുണ്ട്, ഇതിൽ ചെയ്യണവരുമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് വയറിങ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇവിടെ കണക്ഷൻ കൊടുക്കുന്നതൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പം ഈ ക്ലാമ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ തന്നെ ജസ്റ്റ് നീളം ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് ഹോൾ ചെയ്ത് സംഭവം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് ക്ലാമ്പ് കണ്ടോ. ഈ ക്ലാമ്പിൻ്റെ ഇവിടെയൊക്കെ ഞാൻ കർവ് ചെയ്ത് കട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് ചെറിയൊരു ബെൻഡ് വേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലോപ്പാണ് വരുന്നത്, ഈ ചരിവ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആംഗിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ ഉള്ളതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഷറും ഒരു അലൻ കീ ബോൾട്ടുമാണ്. ഇത് വന്നിട്ട് 10-ൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റാറിൻ്റെ സ്ക്രൂ ബാക്കിൽ വരുന്നത്. ഇത് 8-ൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ 10-ൻ്റെയാണ് എടുത്തിട്ടുള്ളത്. 10-ൻ്റെ എടുക്കുമ്പോൾ നമ്മൾ ബാക്കിൽ ഈ 10-ൻ്റെ ബോൾട്ടിൻ്റെ ഇത് തന്നെ എടുക്കണം സാധനം. ഇത് നമുക്ക് ക്ലിപ്പിംഗ് ആണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇതിനൊരു വാഷറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതേപോലെയാണ് ഞാൻ ഇതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതില്ലേ ലോക്ക്, ഈ ലോക്ക് ഞാൻ അകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പുറത്തുനിന്ന് ഈ വാഷർ വെച്ച് ടൈറ്റ് ചെയ്ത് ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിളാണ്, അനങ്ങത്തോലുമില്ല. അപ്പം ഇങ്ങനെയാണ് മെക്കാനിസം വരുന്നത്. നമുക്കിനി ഫോഗ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൽ നമ്മൾ സെറ്റിങ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10-ൻ്റെ ബോൾട്ടിലുള്ള പോർഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് ബാക്കിൽ ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് കവർ വെച്ചിട്ടാണ് ബാക്കി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കവർ. നമ്മളിതിങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യും. അപ്പം ആദ്യം നമ്മൾ ഇടേണ്ട താഴത്തെ ബോൾട്ടാണ്. ഇത് സ്ക്രൂ ആണ് കേട്ടോ. ഓക്കെ, അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എടുത്ത ക്ലാമ്പ് നമ്മളിപ്പം മാറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യണം കാണാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ക്ലിപ്പ് വെച്ചല്ലോ. അപ്പോൾ ഇനി വെക്കേണ്ടത് ഇത് അലൻ കീ ബോൾട്ടാണ്. അപ്പോൾ അലൻ കീ ബോൾട്ട് വയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഏത് ഇഷ്ടമുള്ള ആംഗിളിലാണ് വയ്ക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നൂത്ത് വയ്ക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആംഗിളിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ടണമെങ്കിൽ ഈ ഒരു ആംഗിൾ വേണം. ഈ ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും. ഫോഗ് ലൈറ്റ് കറക്റ്റ് അവിടെ തന്നെ അടിക്കും. അപ്പോൾ ഫോഗ് ലൈറ്റ് ഇങ്ങനെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചെരിഞ്ഞ് കഴിഞ്ഞാൽ മേളിലോട്ടൊക്കെ പോകും. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ടൈറ്റ് കൊടുക്കുക, ബാക്കി സെറ്റ് ചെയ്തിട്ട് കാണാം. ഇപ്പുറ സൈഡ് വരുമ്പം ഇതിൽ ഇൻബിൽഡാണ് ആ ബോൾട്ട് വന്നിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 8-ൻ്റെ ആ സ്ക്രൂ തന്നെ എടുക്കേണ്ടി വരും. സ്റ്റാറിൻ്റെ സ്ക്രൂ കുറച്ച് ലെന്തുള്ള എടുക്കണം. കാരണം വെച്ചാൽ ക്ലാമ്പ് കൂടെ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിൽ ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. സ്റ്റാറിൻ്റെ നെറ്റിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഇഷ്യൂസൊന്നുമില്ല, ഷേക്കൊന്നും ആവുന്നില്ല. പക്ഷേ അപ്പുറത്താണെങ്കിൽ കുറച്ച് വലുതെടുത്ത് കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. ഓക്കെ, ഇതാണ് ക്ലാമ്പ് വരുന്നത്. ക്ലാമ്പിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇതിൽ ജസ്റ്റ് ബോൾട്ട് ഇട്ട് ഇത് സെറ്റ് ചെയ്യണം. എന്നിട്ട്
ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ്, മിനി ഡ്രൈവ് എന്ന് പറഞ്ഞ ഫോഗ് ലൈറ്റ് ഇതാണ്. അപ്പോൾ നമുക്കിതിൽ 2 സ്ക്രൂ ഇടാനുള്ള സ്പേസേ ഉള്ളൂ. സാധാരണ പറഞ്ഞ ഫോഗ് ലൈറ്റിലൊക്കെ 4 സ്ക്രൂസ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോർഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വിസിബിലിറ്റി കിട്ടും. അതിനാണ് ഈ ക്ലാമ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലാമ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് വെച്ചാലും സ്റ്റേബിളായിരിക്കും. അതായത് നമുക്കിപ്പം വെട്ടത്തിന് ഒരു ഷെയ്ഡ് വരില്ല. ഇത് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ തന്നെ കിട്ടും. മറ്റേതാണെന്ന് വെച്ചാൽ ക്രോസ് ആയിരിക്കും. നീളത്തിന് ലൈറ്റ് എത്തും, ഇതാണെങ്കിൽ സ്ട്രൈറ്റ് എത്തും. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് വയ്ക്കാം. ഇത് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഇറക്കി വെച്ചിട്ട് നമ്മളിതിനെ ഫേസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കിയൊക്കെ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇങ്ങനെ നീക്കി വയ്ക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ബോൾട്ട് സെറ്റാക്കാം. നട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കറക്റ്റ് വ്യൂ ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല, പക്കയായിട്ട് ഇരിപ്പുണ്ട്. ഫോഗ് ലൈറ്റ് നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കറക്റ്റ് സ്ട്രൈറ്റ് ആണ്. ഇത് നമുക്ക് താക്കാനും പൊക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിനി വയറിങ്ങിൻ്റെ പണിയിൽ പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാ വയറിങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് വെട്ടം വരുന്നത്. അപ്പുറത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കണക്ഷൻ കൊടുക്കാൻ നേരത്തെ ഇപ്പോൾ നമ്മൾ GoPro ജസ്റ്റ് ഒരു പണി തന്നായിരുന്നു. അതുകൊണ്ട് കണക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്നത് ഒരു ഗ്രീനും റെഡും ബ്ലാക്കുമാണ് വരുന്നത്. അപ്പോൾ അതിൽ ഗ്രീനാണ് പോസിറ്റീവ്, ബാക്കി രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഗ്രീന് നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് ഈ കീ സെറ്റിലിട്ട് വന്ന കണക്ഷൻ ഉണ്ടല്ലോ, അതിൽ ഗ്രീന് കൊടുക്കണം. ഇതിൽ ഗ്രീന് ഓക്കെ. എന്നിട്ട് ബാക്കി രണ്ടെണ്ണം താഴോട്ട് പോകണം. അതായത് നമ്മളിപ്പം ഇതിൽ നിന്ന് 3 വയേഴ്സ് ഉണ്ട്, ബ്ലാക്ക്, യെല്ലോ, റെഡ്. അപ്പോൾ അത് വരുന്നത് ഒരു ബ്ലാക്ക് വന്നിട്ട് നമ്മളെ എർത്ത്, അതായത് ബോഡിയിലെ ഏതെങ്കിലും ഒരു എർത്ത് മെറ്റെല്ലാം കൊടുത്താൽ മതി. ബാക്കി 2 വയറും കൂടെ ഇതും അതും ജോയിൻ ചെയ്താൽ മാത്രം മതി. അതായത് അതിൽ നിന്ന് വരുന്ന റെഡും യെല്ലോ ഉണ്ട്, ഇതിൽ നിന്ന് വരുന്ന റെഡും ബ്ലാക്കും ഉണ്ട്. ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. സാധാരണ ഈ സ്വിച്ചിലൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്കാണ് പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഗ്രീനാണ് പോസിറ്റീവ്. അത് ഓർത്ത് വെച്ചാൽ മതി. ഈ 3 വേ സ്വിച്ചാണ് ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ വെട്ടമൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതിൻ്റെ വെട്ടം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് വെട്ടം കണ്ടോ. ഇതാണ് വൈറ്റ്, ഇതിൻ്റെ ഇടയിൽ യെല്ലോ. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് വ്യൂ നോക്കുമ്പോൾ യെല്ലോ ആണ് കുറച്ചുകൂടി ബെറ്റർ. കണ്ടോ, കണ്ണടിച്ച് പോകണം പിള്ളേർ. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കണ്ടോ ഓക്കെ അല്ലേ. അപ്പോൾ വയറിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് കാണുന്നു. കാരണം ഞാൻ കീ സെറ്റിൽ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഓണാക്കി കാണിക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ അടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനിലായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.